इंस्टाग्राम आपका है? हाँ ओके मैं सर वीडियो बना रहा हूँ मेरे को सलाम വീഡിയോ എടുക്കണ കാരണം നാളെ വരാം. ധർമ്മേന്ദ്രൻ എന്നാണ് പേര്, ധർമ്മേന്ദ്രൻ. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ. അങ്ങനെ 4 ദിവസത്തെ സൂററ്റ് വാസത്തിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് നേരെ ടു മുംബൈ. ഞങ്ങളെ എന്നാണ് ഇവിടുന്ന് പോകാൻ പറ്റുക എന്നൊന്നും അറിയാത്തത് കൊണ്ട് വണ്ടി വേറെ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടുന്ന് എങ്ങോട്ടാണ് എപ്പോഴാണെന്നൊന്നും അറിയില്ലായിരുന്നില്ല. അഹമ്മദാബാദിലേക്കാണോ അതോ ബോംബെക്കാണോ ഒന്നും. ആദ്യം അഹമ്മദാബാദ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയാണത് വേണ്ടാന്ന് വെച്ചിട്ട് ബോംബെക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെയാണ് ഇന്ന് പോവാം എന്നുള്ളത് ഉറപ്പിച്ചേ. അപ്പം ഇന്നത്തെ ഇത് വീക്കെൻഡാണ്. അപ്പം ഇന്നത്തേക്ക് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഇല്ല, ട്രെയിനില്ല, ബസ്സില്ല. അവസാനം ഞങ്ങൾ കാർ വിളിച്ചു. അപ്പോഴാണ് മനസ്സിലായി ഈ ട്രെയിനും ബസ്സൊന്നും നോക്കി നിൽക്കാണ്ട് നേരെ ആദ്യം തന്നെ കാർ വിളിച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടാക്സി. ഞങ്ങൾ പോവുകയാണ്. ചലോ മുംബൈ. ചതുഷ്കോണ പാതയിലൂടെ ഞങ്ങൾ പോകാൻ പോകും. ഇനിയുള്ള കളികൾ ബോംബെയിൽ. ഇനി ചെറിയ കളികളിലെ വലിയ കളികൾ മാത്രം. ബോംബെ അണ്ടർഗ്രൗണ്ട് അല്ല അണ്ടർവേൾഡ് അല്ലേ? അണ്ടർവേൾഡ്. ഇവിടത്തെ ഇത് നോക്കണ്ട, ഇവിടെ എന്താ AC-യുടെ ക്ലീനിങ് സർവീസിങ് നടക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ, അല്ലാണ്ട് വേറെ മാത്രമാണ് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഞങ്ങൾ ഇനി പോവാ. അപ്പൊ ഈ വണ്ടിയിലാണ് നമ്മൾ പോണേ. ദാദറിലേക്കാണ് ഇനി പോണേ. അപ്പൊ അവിടെ നമുക്ക് ആന്റിയുടെ പിള്ളേരൊക്കെ ഉണ്ട്, നിമലുണ്ട് അവിടെ, ബന്ധുക്കളൊക്കെ ഉണ്ട്, റിലേറ്റീവ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കുറെ പേരുണ്ട്. അതുകൊണ്ട് ബോംബെ പേടിയാവണില്ല. ഞങ്ങള് ബോംബെയിലേക്ക് ഇന്നലെ വൈകുന്നേരം എത്തി. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇവിടെ മുടക്കാണ്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചേക്കണ മാർക്കറ്റ്. ഞങ്ങൾ സാധനങ്ങൾ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് ദാദർ, എന്നിട്ട് സ്ഥലത്തിന്റെ പേര് സാന്താക്രൂസ്. അത് മുടക്കന്ന്. അപ്പൊ ഞങ്ങൾ ബോംബെ തെരുവീതികളിലൂടെ അലയുകയാണ് സുഹൃത്തുക്കളെ, അലയുകയാണ്. ഇന്ന കാലത്ത് ഞങ്ങള് സരിതാര അപ്പൊ ഇന്ന് ആന്റിയുടെ വീട് ഇവിടെ ഉണ്ടല്ലോ, ബോംബെ ഇവിടെ ഡോംബിവിലിയിലാണ് ആന്റിയുടെ വീട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആന്റി മാമനും നാട്ടിലുണ്ട്, ഇവിടെ നിമലും പ്രിയും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. അങ്ങനെ ഇപ്പൊ നേരെ ഇപ്പൊ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിയത് ആ റോഡ് ബാക്കിലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. ദാദർ തീവണ്ടിന്റെ മൂടിയോടെ പോണ്ട്. അപ്പൊ ഇവിടെ തിരക്ക് എന്ന് പറഞ്ഞ സാധനം, ഇവിടെ തിരക്ക് തന്നെ എപ്പോഴും. നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാളിന് വന്ന പോലെ നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാള് എന്ന് പറയുമ്പോ അവിടെ പുത്തമ്പള്ളിയുടെ പിന്നെ ഇങ്ങനെയല്ല വഴികള്. അവിടുത്തെ പെരുന്നാളിന് പോയ പോലെ തോന്നണേ. ഇടുങ്ങിയ വഴികളും നിറച്ച് തിരക്കും ആൾക്കാര്. ഇവിടെ സൺഡേ മാർക്കറ്റാന്നോണ്ട് ഈ വശം. ഇന്ന് സൺഡേകളിൽ മാത്രം ഈ ഫുട്പാത്ത് കച്ചവടം പോലെ നിറച്ച ആൾക്കാര് ഓരോന്ന് വിൽക്കാൻ. അപ്പൊ നിറയെ ആളുകൾ ഷോപ്പിങ്ങിന് വന്നേക്ക് പോണവരും ഉണ്ട്, ട്രെയിൻ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്നവരും ഉണ്ട്. ഇവരുടെ ഇടയിൽ കൂടെ അതിസാഹസികമായിട്ടാണ് ചേട്ടൻ ക്യാമറയും കൊണ്ട് നടക്കുന്നത്. എനിക്ക് ആരെങ്കിലും ഫോൺ വാങ്ങിച്ചു കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. ഓർമ്മ വരുന്നതേ മറ്റേ സിനിമയില്ലേ, എന്താ പറയാ, കൽക്കട്ട ന്യൂസ് ഇല്ലേ, കൽക്കട്ട ന്യൂസ്. ഇതൊക്കെ ഒരു കുഞ്ഞൊരു റോഡിന് കേട്ടാ, ഒരു കുഞ്ഞൊരു തെരുവാണ്. വണ്ടികളൊക്കെ സൈഡ് ഭാഗങ്ങളൊക്കെ ഞളങ്ങിട്ട് ഒരു വണ്ടിയില്ല മര്യാദക്കുള്ളത്. അത് അവിടെ എങ്ങനെയാ, സൂറത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. വണ്ടിയൊക്കെ പോകുമ്പോഴൊക്കെ ഞളങ്ങളും തട്ടലും പിടിക്കലൊക്കെ ഉണ്ട്. ഒരാൾ മൈൻഡ് ചെയ്യില്ല. ആൾക്കാരെ മേലെ മുട്ടുണ്ട്, ആൾക്കാരെ മേത്ത് വണ്ടി മുട്ടുണ്ട് ആളുകള്. അത് നിനക്ക് ബാഗ് വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ, അതെവിടെയാ? എനിക്ക് ബാഗ് വാങ്ങിക്കണം.
സാധനങ്ങൾ ബാഗിൽ അടക്കൊതുക്കി വെക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലാണ്ട് വേറൊന്നും ഇവിടുന്ന് വാങ്ങിയത് ബാഗിൽ വെച്ചിട്ടില്ല. പക്ഷെ ബാഗിൽ അവിടെ ഇപ്പോ ബാഗ് അടയ്ക്കാൻ പറ്റുള്ളയാ. വേറൊന്നും ഞങ്ങൾ ഇനി ഹോട്ടലിൽ നിന്ന് ഇവിടെ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഹോട്ടലിലത്തെ വല്ല ടർക്കിയാ. ബാഗ് സിബ് ഇടാൻ പറ്റണില്ല. അപ്പൊ ഒരു ബാഗ് അവിടെ ആൾക്ക് വാങ്ങിക്കണം. കണ്ട ആൾക്കാർ ഇരിക്കണ നോക്കിയേ. തെരുവില് മുഴുവൻ കച്ചവടക്കാരാണ്. ഈ കാണിച്ചു കൊടുക്കുക ചേട്ടാ സൈഡിൽ ഇരിക്കണത്. അല്ലല്ല കൊടയൊന്നല്ല. വെറുതെ ചോദിച്ചു നോക്കണ വില എത്രയാന്ന്. വേണ്ട അല്ലേ? വില ചോദിക്കാനറിയാം, അവര് പറയണത് മനസ്സിലാവില്ല. ഏ കിത്തനാഹേ എന്നൊക്കെ ചോദിക്കല്ലേ. നൈസായി അങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരെ ഞങ്ങൾ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞങ്ങൾ ഒരു 2 വാക്കെങ്കിലും മലയാളം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ പോരുള്ളൂ. എന്നിട്ടാ അല്ല, ഞങ്ങള് വെറുതെ വേല അറിയാനാ. ഇത്ര എത്രയെന്ന് വില അറിയില്ല. 200 രൂപ. 7 ലക്ഷം രൂപയുടെ ഡ്രസ്സാ ചേട്ടാ അവിടെ ഇരിക്കണത്. ഞങ്ങൾക്ക് ഇനിയൊന്നും ആവശ്യമില്ല. ഫുട്പാത്തിലില്ല സാധനങ്ങളില്ല ചേട്ടാ. അറിയില്ല. റോഡിലൊക്കെ കമ്മല് കച്ചവടം. ഈ റോഡിലത്തെ ഇപ്പൊ തിരക്ക് ഇത്തിരി കുറഞ്ഞു കേട്ടാ. അതല്ല, തിരക്കൊക്കെ അവിടെയാ. നമ്മൾ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് വന്നതാ. നാളെയാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങണേ. നാളെ തിങ്കളാഴ്ച ഫുള്ളും ചൊവ്വാഴ്ച ഒരു ഉച്ച വരെ എന്ന് വിചാരിക്കണു. ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേക്കണേ. 7 മണിക്കാണ് ഫ്ലൈറ്റ് മുംബൈ ടു കൊച്ചിൻ. ലീലാമണി ചേച്ചി ഇന്നലെ പോയി. അത് നമ്മൾ പറഞ്ഞ ലീലാമണി ചേച്ചി പോയ കാര്യം പറഞ്ഞില്ല അല്ലേ? അയ്യോ, ലീലാമണി ചേച്ചി ഞങ്ങള് സൂറത്തിൽ നിന്ന് പിന്നെ നേരെ അഹമ്മദാബാദ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ പിന്നെ ആ പ്ലാൻ മാറ്റി. നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞേ നമുക്ക് വേണ്ട ഡ്രസ്സ് ഇനി എടുക്കാനുള്ളത് വെസ്റ്റാണ്. അതുള്ളത് ഇവിടെയാ, ബോംബെയിലാണുള്ളതെന്ന് മനസ്സിലായേ. അവിടെ വെച്ച് നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു. കുറേ ബിസിനസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, മലയാളികളൊക്കെ. അപ്പോൾ അവരാണ് നമുക്ക് പറഞ്ഞത് നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുക ഇവിടെ നിന്നാണ് ഇനി കിട്ടാന്ന്. ബോംബെ. അപ്പോൾ ലീലാമ്മ ചേച്ചിക്ക് ബോംബെ പേടിയാ. മുന്നേ എപ്പോഴോ വന്നിട്ട് ആൾക്ക് ഇവിടെ തിരക്കിലൊക്കെ പെട്ടിട്ട് വയ്യാണ്ടായിട്ടുണ്ട്. അപ്പൊ ആൾക്ക് ആ ട്രോമയുണ്ട്. അപ്പൊ അത് കാരണം ആള് പറഞ്ഞു ഞാൻ പോവാ തിരുവനന്തപുരത്ത്. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അത്യാവശ്യം ആൾക്ക് മനസ്സിലായി നമ്മള് എവിടെയെങ്കിലും ഇടിച്ചു കയറി നമ്മൾ എന്തുട്ടെങ്കിലൊക്കെ ചെയ്ത് നിന്നോളെന്ന് മനസ്സിലായി. ഭാഷയൊന്നും നമുക്ക് വിഷയമല്ലാന്ന്, നമ്മളെ ധൈര്യമായിട്ട് എവിടേക്ക് വേണമെങ്കിൽ ഞങ്ങൾ 2 ആളെ വിടാന്ന് മനസ്സിലായി ആൾക്ക്. പിന്നെ നിങ്ങൾ പോയി കൊള്ളില്ലേ, ഞാനെന്നാ പോട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ ആള് തിരുവനന്തപുരം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ആൾ പോയി. ഇന്നലെ പോയി. അപ്പം ആളെ സൂറത്ത് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, ബോംബെക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് മുടക്കാണെന്ന് ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞേ. സൺഡേ മുടക്കാന്നുള്ളത് മാർക്കറ്റൊക്കെ. ഓക്കെ, സാറില്ല, നാളത്തെ ഒരു ഉച്ചയ്ക്കുള്ള തന്നെ ഉണ്ടാവുള്ളായിരിക്കും. നാളെ മറ്റന്നാൾ ഉച്ച വരെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ നാളെ തൊട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങും. പിന്നെ ഇവിടെ കിട്ടിയേക്കണ റൂം നമ്മൾ സൂറത്തിലൊന്നും ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതേ റേറ്റ് തന്നെ, പക്ഷെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കുഞ്ഞു ഇടവഴിയും കുഞ്ഞു വരാന്തിയും കുഞ്ഞു റൂമൊക്കെ, കുടിസ് റൂമൊക്കെ, പിന്നെ ക്ലീനാണ്, അതൊരു സമാധാനം. റേറ്റൊക്കെ അവിടുത്തെ പോലെ തന്നെ. അവിടുത്തെ 3 സ്റ്റാർ ഹോട്ടലൊന്നും ഇവിടെ നമുക്ക് ഭയങ്കര റേറ്റാ. റേറ്റ് കുറവുള്ളത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ നോക്കുമ്പോൾ ഭയങ്കര മോശം റിവ്യൂ, ക്ലീൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഞങ്ങളങ്ങനെ റിവ്യൂ നോക്കിയിട്ട് ഇത് എടുത്തേ. പെട്ടിയാ വാങ്ങിക്കണ്ടേ? 500 ആണോ റേറ്റ്? കറക്റ്റ് റേറ്റ് പറയും. ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യണില്ലേ? നോക്കിക്കോ, അല്ല നോക്കട്ടെ ക്വാളിറ്റി എത്ര തോന്നുന്നില്ല.
സിബൊന്നും അത്ര നല്ല ക്വാളിറ്റി തോന്നുള്ളേ. 500 രൂപയാണ് വില പറയുന്നത് ആള്. 500 രൂപ വില പറയുന്നത്. 500 രൂപ. ആ കറക്റ്റ് റേറ്റ് പറയാൻ പറഞ്ഞപ്പോ ഒറ്റടിക്ക് 100 രൂപ കുറച്ചു, 400 ആക്കി. ഫ്രീ ബാഗ് ഞാൻ വിചാരിച്ചു ഈ ബാഗ് വാങ്ങിക്കുമ്പോ ആ ബാഗ് ഫ്രീ ആന്ന് വിചാരിച്ചു. 350 ആണെങ്കിൽ മേടിക്കാന്ന് പറയും. വാങ്ങിക്കാൻ തീരുമാനിച്ചാ? വേറെ സ്ഥലം ഉണ്ട് അവിടെ നമ്മള്. പിന്നെ അല്ലെങ്കിൽ അവിടെ കണ്ടേ ബാഗിന്റെ വേറെ സ്ഥലം കണ്ടത്. नाम क्या है? आसिक अंसारी। ആസിഫ് അൻസാരി. അപ്പൊ ഒരു ബാഗ് വാങ്ങിച്ചു 500. 500 പറഞ്ഞു 250 രൂപയ്ക്ക് വാങ്ങിച്ചു ഞങ്ങള്. എത്ര? 250 രൂപയ്ക്ക്. നമ്മുടെ ഈ ബാഗിന് 1500 കൊടുക്കണം. അത് അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഇത് ക്വാളിറ്റി കുറവാ. സിബൊക്കെ അവിടെ എത്തണ വരെ നിക്കാവോ, സൂചി കുത്തണ്ടി വരും ചിലപ്പോ ഇടയിൽ വെച്ച് വിട്ടിട്ട്. തിങ്കളാഴ്ച രാവിലെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതിപ്പോ സാന്റാക്രൂസ് എന്ന് പറഞ്ഞ വെസ്റ്റിലേക്ക് വന്നേക്കാണ്. ഇവിടെ നിന്നാണ് ഇനി വെസ്റ്റേൺ ഡ്രസ്സ് നമ്മൾ എടുക്കാൻ പോണേ. മിലൻ ഗാർമെന്റ്സ് ഹബ്ബ് എന്നാണ് ഈ മാളിന്റെ പേര്. അപ്പം നമുക്ക് ഈ നമ്മുടെ കൂടെ ഒരു ഏജന്റ് വരും. ആളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം ഞങ്ങളിവിടെ. ആളിപ്പോൾ എത്തും. ദാദറിന്ന് ഇങ്ങടെ ഒരു 8 കിലോമീറ്റർ ഒക്കെ ഉള്ളോ, പക്ഷെ എത്താനായിട്ട് 3/4 മണിക്കൂർ അങ്ങോട്ട് എടുത്തു ഞങ്ങൾക്ക്. അത്രയും ബ്ലോക്ക്. ഇറങ്ങി നടന്നാലോ എന്ന് വിചാരിച്ചു വണ്ടിന്ന്. ഇവിടുത്തെ വണ്ടികൾ ഒരു ഞളക്കല്ലാത്തൊരു വണ്ടി പോലും ഇല്ല അല്ലേ? എല്ലാ വണ്ടിയുടെ എല്ലാ ഭാഗവും ഞളങ്ങിണ്ട്. ഞളക്കില്ലാത്ത വണ്ടി കാണണമെങ്കിൽ കൊതിക്കണം അവിടെ. ഒരു പ്രശ്നവും ആൾക്കാർക്ക് ഞളങ്ങിയാലും അല്ലേ? നമ്മൾ ചെറുതായിട്ട് തട്ടുമ്പോഴേക്കും വണ്ടി നിർത്തി ടെൻഷനാ. ഇവിടെ അതൊന്നുമില്ല. ആ കാര്യത്തിൽ നല്ല സഹകരണ മനോഭാവമുള്ളവരാണ് ഉള്ളവര്. ഡിസൈനാ തോന്നുന്നു ഞളങ്ങിയിരിക്കുന്നുണ്ട്. നല്ല വണ്ടി ഞളങ്ങിയതാ. ബോംബെയിൽ ഞങ്ങളുടെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ കയ്യിലത്തെ പൈസ കഴിഞ്ഞു. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടോ അല്ല. അമ്മേ ഇവിടുത്തെ അടിപൊളിയാണ് ഇവിടുത്തെ സാധനങ്ങൾ കേട്ടാ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ജീൻസ് ഐറ്റംസ്. ഇപ്പൊ ഈ ഷോപ്പിലേക്ക് വന്നത് ജീൻസ് എടുക്കാനാണ്. കുറച്ച് ജീൻസ് വെക്കാൻ വേണ്ടിയിട്ട് ബാഗി ജീൻസ് അങ്ങനത്തെ ഐറ്റംസ് ടീനേജേഴ്സിനും പിന്നെ നമുക്കും ഒക്കെ ഇടാം. അങ്ങനത്തെ കുറച്ച് ജീൻസ് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതിന് മുന്നേ വേറൊരു ഷോപ്പിൽ പോയി. അവിടെയാണ് ഒരു മെഗാ പർച്ചേസിങ് നടന്നേ. പിന്നെ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം ഫുള്ള് കഴിഞ്ഞപ്പോ ഞങ്ങൾ അതിൽ മാറ്റി 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 ഇങ്ങോട്ട് വെച്ചു. കുറെ അങ്ങോട്ട് തന്നെ വളരെ മനസ്സോടെ അങ്ങോട്ട് തന്നെ വെച്ചു. ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് ചെലവാണെങ്കിൽ വീണ്ടും ഞങ്ങൾ കൊണ്ടുവരും. അതെ, നമ്മള് സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ താമസിക്കുന്ന ഓരോ ഇടവഴികള്, മറ്റേ ഇടുങ്ങിയ ഇത് കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റില്ല. ബിൽഡിങ്ങുകളുടെ ഒക്കെ ഇടുക്കുകള് അതിൽ കൂടെ ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നെത്തിയിരിക്കണം. നമ്മളുടെ നിഷാന്ത് ബായി ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങളുടെ ഏജന്റ് ആളുള്ളത് കൊണ്ടാണ് നമ്മൾ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാൻ ഞങ്ങൾക്ക് ഒരിക്കലും നല്ല ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എത്താൻ പറ്റുമായിരുന്നില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ കടകളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ അലഞ്ഞിരുന്ന് നടന്നേനെ. ചിലപ്പോ കിട്ടിയതൊക്കെ എടുത്ത് പോയേനെ അല്ലേ. നല്ല സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റി.
ഞങ്ങളുടെ ആവശ്യം ആളോട് പറഞ്ഞു. ആദ്യം കടയിലേക്ക് കൊണ്ടുപോയി, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആൾക്ക് മനസ്സിലായി ഏതാണ്ട് ഞങ്ങളുടെ ടേസ്റ്റ് എന്തിട്ടാന്ന് മനസ്സിലായി. അപ്പൊ ആള് പിന്നെ നിങ്ങളെ ഞാനൊരു കടയിലേക്ക് കൊണ്ടുപോകാം, അവിടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അവിടെ എല്ലാം കിട്ടി. തിരുപ്പതിയായി പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അവരെടുത്തിടുന്നത് ഒരെണ്ണം പോലും നമുക്ക് വേണ്ടാത്തതില്ല. ഒക്കെ വേണം, ഒക്കെ വേണം, ഒക്കെ വേണം. ലാസ്റ്റ് ബില്ല് കേട്ടൊഴിക്ക് ഞങ്ങൾ അവിടെ ഇരിപ്പിരുന്നു. എന്നിട്ട് അതിന്ന് മാറ്റി ഞങ്ങൾക്ക് റീസെലക്ട് ചെയ്യണം. ഇത്രയും പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അയ്യോ ഇതൊക്കെ ഞങ്ങളപ്പ ഈ എടുത്തു വെച്ചെന്നൊക്കെ വേണ്ട, ഇത് വേണ്ടെന്ന് പറയാണേ. എന്നാലും ഞങ്ങളുടെ ഇത് വേണ്ട. അവരെന്നെ ഞങ്ങളോട് ചോദിക്കുക, ഇത് അവർ പഠിച്ചു വേണം വേണ്ടെന്നൊക്കെ അവര് പഠിച്ചു. വേണ്ട, ഇത് അച്ഛ ഡിസൈൻ കേരളമേൻ ചലേക. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്കറിയാം കേരളത്തിലുള്ളവര് ഇത് ഇഷ്ടപ്പെടും എന്നറിയാം, പക്ഷെ ഹമാരാ പാസ് പൈസ നഹീ ഹേ എന്ന് പറഞ്ഞു. ഇനഫ് പൈസ ഇനഫ് മണി ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ അങ്ങോട്ട് മാറ്റി. ഞങ്ങള് എടുത്തതിന്റെ പകുതിയിലധികം മാറ്റി. എടുത്തതിന്റെ പകുതിയിലധികം മാറ്റി. പകുതിയിലധികം മാറ്റി. അതൊന്നും ഇഷ്ടപ്പെടാണ്ടല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷേ പൈസ ഒക്കെ കാര്യമായി. ഞങ്ങൾക്ക് നല്ല സമയം 4 മണിക്കായി തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് എടുക്കാനുള്ള ബനിയൻ ഐറ്റംസ് ഇന്നറൊക്കെയാ, അതൊക്കെ തിരുപ്പൂരിന്നാണ് ഇനി ഞങ്ങൾ എടുക്കാൻ പോണേ. അപ്പൊ ഇവിടെ നിന്ന് എടുക്കാനുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് ഇമിറ്റേഷൻ ഗോൾഡ് ജ്വല്ലറി ഐറ്റംസ് ഇങ്ങനത്തെ ഓർണമെന്റ്സ് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അത് മെറീന ബീച്ചാ, മെറൈൻ ഡ്രൈവ് എറണാകുളത്തല്ലേ, മെറീന. ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു ½ ഡ്രൈവ് ഉണ്ടെന്നാണ് നമ്മുടെ ഏജന്റ് പറഞ്ഞത്. ആള് കൊണ്ടുപോകും ഇനി അവിടേക്ക്. അതാണ് ഇനി നമുക്കിനി നോക്കാനുള്ളത്. നമ്മൾ ജസ്റ്റ് നോക്കും, നമുക്ക് പറ്റിയതാണെങ്കിൽ മാത്രം എടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയില്ല, കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞ കോട്ട്വാടി. ഏഹേ ഹമാര ഏജന്റ് നിഷാന്ത് ഭായ്. ആള് മുന്നിൽ പോകണ്ടല്ലേ, നമുക്ക് വഴിയറിയില്ല ചേട്ടാ. ചേട്ടൻ ഫ്രണ്ടിൽ പോണേ. ഫുഡ് അച്ഛാ ഫുഡ് കഹാസേ മിലേഗ? Would you want to eat roti sabji or എന്തെങ്കിലും മതി. എനിത്തിങ്. Come, we will go here. എനിക്ക് പറയാൻ ആരോഗ്യമില്ല, തന്നെ പറയും. എന്ത് പറയാൻ, ഇവിടെയും പോയി കൊറേ കാശ്. ഒരു കടയിൽ കണ്ടു, അതിനേക്കാൾ നല്ലത് അടുത്ത കടയിൽ വന്നപ്പോ അവിടെ നിന്നൊക്കെ അവസാനിപ്പിച്ച് പോകുന്നതായിരുന്നു. ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ ഏജന്റ് ക്രോപ്പ് ടോപ്പുകള് ബനിയൻ ടൈപ്പ് കാണിച്ചു തന്നപ്പോ അന്ന് അത് മാത്രം നോക്കാന്ന് വെച്ചിട്ട് കേറിയതാ. ഇവിടെയും പോയി കുറച്ച് പൊട്ടി, നന്നായി പൊട്ടി. എനിക്ക് ഇവിടത്തേക്ക് ഞാൻ പറഞ്ഞു ധന്യോട് സെലക്ട് ചെയ്തോളാം. കാരണം ധന്യരെ പിള്ളേർ ഇടണ പോലത്തെ നമ്മുടെ പൊന്നൂസൊക്കെ, സജീവന്റെ മോളുണ്ടല്ലോ, പൊന്നൂസും ധന്യരെ പിള്ളേരൊക്കെ ഏതാണ്ട് ഒരു പ്രായക്കാരാ. അപ്പൊ അവരൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സാണ് മോഡലുകള്. ഇവളുടെ പിള്ളേർക്ക് എടുക്കണതാണ് എപ്പോഴും. അപ്പൊ നീ എന്നെ സെലക്ട് ചെയ്തു, എനിക്ക് ഇങ്ങനത്തെ അധികം അറിയില്ല എന്ന് പറഞ്ഞു. ഇവളെ തന്നെയാണ് സെലക്ട് ചെയ്തേക്കണല്ല. കാശ് കൊറേ പോയി. ഞങ്ങള് പിന്നെ അവരെടുത്ത് മതി ചേട്ടാ ഒരെണ്ണെടുത്തിട്ട് അതിലും പെഞ്ഞള് പിന്നെ അതിനേക്കാളും പെഞ്ഞള് പിന്നിടുന്നു. അതിനേക്കാളും നമുക്ക് ഒന്നും വേണ്ട എന്ന് പറയാൻ തോന്നുന്നില്ല. അത്രയും വെറൈറ്റി മോഡല്, ഭയങ്കര പോലത്തെ മോഡലേ അല്ല, വേറെ കാണാത്ത മോഡലുകള്. അപ്പൊ ഞങ്ങള് വീണ്ടും അവരെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങളുടെ ഏതായാലും അല്ല പർച്ചേസ് അവസാനിച്ചതാ, ജസ്റ്റ് ഒരു പെയിന്റ് നോക്കാനായിട്ട് കേറിയത് അങ്ങോട്ട്. അപ്പൊ ഇത് മതി, ഞങ്ങക്ക് ദയവ് ചെയ്ത് കാണിച്ചു തരില്ലേ എന്ന് പറഞ്ഞു. രാവിലെ വന്നാട്ടാ 5:45
ജമ്മുക്കാലേ സെലക്ഷൻ. അപ്പൊ ഞങ്ങള് കുറച്ചിത് നോക്കാൻ പോവാ, ഓർണമെന്റ്സ് ഇമിറ്റേഷൻ ഗോൾഡ്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങള് നിർത്താട്ടാ. എന്തായാലും ഈ പ്രാവശ്യം ഉറപ്പായിട്ട് നിർത്തും. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിന്റെ സ്ഥലം പോരായി വരും. എന്താ ഒരു ഷോപ്പ് കൂടി എടുക്കേണ്ടി വരും. അത് തന്നെ അത്രയ്ക്കധികം ഞങ്ങൾ എടുത്തു കൂട്ടിയുണ്ട്. ഞാൻ എന്നോട് പറയരുത്, നമ്മുടെ അടിയിലത്തെ നിലയിലത്തെ മാലിക്കാരോട് ഒഴിയാൻ പറഞ്ഞാലോ. അതും കൂടി വേണ്ടി വരും എന്തായാലും. എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്ക് അധികം എടുത്ത് കൂട്ടിയുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ കടയിൽ വന്നു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയേണ്ടി വരില്ല. നിങ്ങളുടെ ബോധം പോണ പോലത്തെയാണ് ഞങ്ങള് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. തീരെ ചീപ്പ് ക്വാളിറ്റിയിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ. ചീപ്പ് റേറ്റിന്റെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇടുന്ന പോലത്തെ ഡ്രസ്സുകള് അത് ഞങ്ങൾ ഇപ്പൊ ഇദ്ദേഹം പറയണത്, നമ്മുടെ ഏജന്റ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂറത്തിൽ തന്നെക്കാളും അവിടെ നിന്ന് നമ്മള് കുർത്ത ചുരിദാറുകളൊക്കെ എടുക്കൽ കഴിഞ്ഞുല്ലോ. അപ്പൊ പറയും ഇവിടെ ആയിരുന്നു നല്ലതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. ഞങ്ങൾ എടുക്കണ്ട. അപ്പൊ അയാള് പറഞ്ഞു കാണാം, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് കാണാനും ഇനി അവിടെ കാശ് ഞങ്ങൾ അവിടെയും പൊട്ടും. അപ്പൊ അത് കാരണം ഞങ്ങളത് പിന്നെ മാത്രല്ല ഭയങ്കര വിഷമാവും ചിലപ്പോ. അവിടത്തേനേക്കാളും നല്ല ഭംഗിയുള്ളത് ഇവിടെ കണ്ടെങ്കിൽ ഉറങ്ങില്ല. അല്ലെങ്കിൽ കണ്ടായിട്ട് ഒരാഴ്ച ഇന്നലെ അലർജിയുടെ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിയത്. ഉറക്ക ഗുളിക്ക് അലർജിയുടെ ഗുളിക എടുത്ത് കഴിച്ചു. രണ്ടാളും അങ്ങനെ കഴിച്ചു ഓരോ ഗുളിക. ഇന്നും കഴിക്കണം. ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഞങ്ങള് രണ്ടുപേരും ഉറങ്ങി. ഇന്ന് അപ്പൊ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോ ഇവിടെ അടുത്ത് പറഞ്ഞു ഇന്ന് നമുക്ക് 6 മണിയാകുമ്പോ അത് കഴിക്കാട്ടാ. അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങില്ല. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പൊ ഞങ്ങള് നോക്കാനായിട്ട് അവിടേക്ക് പോവാൻ വേണ്ടിട്ട് ആ യൂബർ വെയിറ്റ് ചെയ്ത് നിക്കാണ്. വരണ്ട